ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. ഫസ്റ്റ് തന്നെ ചന്ദ്രിക ഇതാ ഓഫീസിലേക്ക് വരികയാണ്. ചന്ദ്രിക വണ്ടിയിൽ നിന്ന് ഇറങ്ങി നേരെ ഓഫീസിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴാണ് സെക്യൂരിറ്റി തടഞ്ഞിട്ട് പറയാണ്, മാഡം നിങ്ങളെ ഓഫീസിനകത്ത് കയറ്റിവിടാൻ പാടില്ലെന്ന് മേഘ മാഡം പറഞ്ഞിരിക്കുന്നു. സ്ട്രിക്റ്റായിട്ട് പറഞ്ഞത് കാരണം എനിക്ക് അങ്ങോട്ട് അകത്തേക്ക് കടത്തിവിടാൻ പറ്റില്ല മാഡം. ആരാ അങ്ങനെ പറഞ്ഞത്? ചെയർമാൻ മേഡമാണ് അത് പറഞ്ഞത്. ചെയർമാൻ? ഒരിടത്തും ഇല്ലാതൊരു ചെയർമാൻ. ചന്ദ്രികയ്ക്ക് ദേഷ്യം വരികയാണ്. ചന്ദ്രിക മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇന്ന് ഞാനാണോ അവളാണോ വലുത് എന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. സെക്യൂരിറ്റി വീണ്ടും പിന്നാലെ പോയിട്ട് പറയാണ്, മാഡം ഒന്ന് പറയുന്നത് കേൾക്കും മാഡം, വീണ്ടും പ്രശ്നമാക്കല്ല മാഡം. സെക്യൂരിറ്റിയെ തറപ്പിച്ചൊന്ന് നോക്കിയതിന് ശേഷം ചന്ദ്രിക അകത്തേക്ക് കയറി പോവാണ്. അതേസമയം മേഘയുടെ ക്യാബിനിൽ മേഘയും മനോഹരനും സന്തോഷത്തോടെ ഇന്നലെ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണ്. നോക്കൂ മേഘ, ഇന്നലെ ആ മഹേന്ദ്രൻ ഉണ്ടല്ലോ, ഉണ്ടായ സംഭവങ്ങളൊക്കെ വീട്ടിൽ പോയി പറഞ്ഞു കാണുമല്ലോ. അയാളെ ഇവിടുന്ന് കഴുത്തിന് പിടിച്ച് അടിച്ച് പുറത്താക്കി എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് പറയുന്നുണ്ടാവും അവിടുന്ന് അല്ലേ? അതേ അമ്മാവ, അവൾക്ക് ഇതും വേണം ഇതിനപ്പുറം വേണം എന്ന് പറഞ്ഞ് രണ്ടുപേരും ചിരിക്കുകയാണ്. അപ്പോഴാണ് ചന്ദ്രിക അകത്തേക്ക് കയറി പോകുന്നത്. ചന്ദ്രിക അകത്തേക്ക് കയറി ദേഷ്യത്തോടെ പറയാണ്, ഛീ, നിങ്ങളൊക്കെ മനുഷ്യ ജന്മങ്ങളാണോ? മേഘ അപ്പോൾ കൈ ചൂണ്ടിയിട്ട് പറയാണ്, ഏയ് ചന്ദ്രിക, സൂക്ഷിച്ച് സംസാരിക്കണം. ചന്ദ്രിക ദേഷ്യത്തോടെ പറയാണ്, ഒന്ന് നിർത്തടി. എൻ്റെ അച്ഛൻ്റെ സ്വത്തും കമ്പനിയും എല്ലാം പറ്റിച്ച് സ്വന്താക്കിയതും പോരാ, അതിന് പുറമെ എൻ്റെ അച്ഛനെ അപമാനിച്ച് ഓഫീസിൽ നിന്ന് കഴുത്തിന് പിടിച്ച് പുറത്തേക്കും തള്ളി അല്ലേ? എൻ്റെ അച്ഛൻ ഉണ്ടാക്കിയെടുത്ത ഈ സ്ഥലത്തിരുന്ന് അദ്ദേഹത്തെ പിടിച്ച് പുറത്ത് തള്ളാൻ മാത്രം നിൻ്റെ ബുദ്ധി നശിച്ചു പോയോ? മനോഹരൻ എന്ന് പറഞ്ഞ് പുച്ഛത്തോടെ നിൽക്കുകയാണ്. അതേപോലെ തന്നെ മേഘയും ഒരുമാതിരിയുള്ള ഇരിപ്പിലാണുള്ളത്. അപ്പോൾ ചന്ദ്രിക പറയാണ്, ആദ്യം ഇവിടുന്ന് എണീച്ച് പുറത്തേക്ക് പോടി. ആരുടെ സ്ഥലത്ത് വന്നിരുന്ന നീ അഹങ്കാരം കാണിക്കുന്നത്? എൻ്റെ അച്ഛൻ നിന്നോട് ക്ഷമിച്ചാലും ഞാൻ ഒരിക്കലും നിന്നോട് ഇതിന് ക്ഷമിക്കില്ല. മര്യാദയ്ക്ക് എഴുന്നേൽക്കടി, ചന്ദ്രിക മേഘയോട് പറയാണ്. അപ്പം മനോഹരൻ, എടീ, നീ എവിടെ വന്ന് ആരോടാ സംസാരിക്കുന്നത്? അപ്പം തന്നെ ചന്ദ്രിക, ഛീ, വായടക്കടാ അലവലാതി. മനോഹരൻ കൈ ചൂണ്ടിയിട്ട് പറയാണ്, ചന്ദ്രികയെ, മര്യാദയ്ക്ക് സംസാരിക്കണം, അതാ നിനക്ക് നല്ലത്. ഏയ്, നിന്നോടെന്തിനാ മര്യാദ കാണിക്കുന്നേ? എൻ്റെ അച്ഛനെ നീ അപമാനിച്ചതിന് നീ മര്യാദയ്ക്ക് വന്ന് അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണ് മാപ്പ് ചോദിക്കണം, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ശരിയാക്കി കളയും. ഇതൊക്കെ കേട്ട് മേഘ ചന്ദ്രികയെ നോക്കുകയാണ്. എഴുന്നേറ്റ് വാടി, ദേഷ്യത്തോടെ ചന്ദ്രിക. അപ്പം മേഘ, അമ്മവാ, എന്താ മേഘ, അമ്മവൻ പറയുന്നത് കേട്ടില്ലേ? ഇവളുടെ അച്ഛൻ്റെ അടുത്ത് ചെന്ന് ഞാൻ ക്ഷമ ചോദിക്കണമെന്ന്. മേഘ കൈമലർത്തിയിട്ട് പറയാണ്, നമ്മളെക്കുറിച്ച് ഇവൾക്ക് ഇനിയും മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. രണ്ടും ചിരിക്കുകയാണ്. എന്നിട്ട് മേഘയും അമ്മാവനും, ഇവളുടെ കഴുത്തിന് പിടിച്ച് പുറത്താക്കമ്മാവാ, സംസാരം കുറച്ച് കൂടുതലാണ്. ഇതേ നോക്ക്, നീ നിൻ്റെ അച്ഛനെയും അമ്മയെയും മര്യാദയ്ക്ക് കൂട്ടിക്കൊണ്ട് വേഗം നീ നിൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോയിക്കോ. അവിടെ പോയി എന്തെങ്കിലും കൃഷിയോ മറ്റോ ചെയ്ത് ജീവിച്ചോ. ഇവിടെ മേഘയെ എതിർത്തുകൊണ്ട് നിനക്ക് ജീവിക്കാനേ പറ്റില്ല. ചന്ദ്രികെ, നീ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നോ, അതോ നിൻ്റെ അച്ഛനെ കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് തള്ളിയതുപോലെ നിന്നെയും കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് തള്ളണോ? ഇവിടെ എന്നാ ഒന്ന് കൈവെക്കടാ, ഒന്ന് കൈവെക്ക്, കാണട്ടെ. പറഞ്ഞാൽ മനസ്സിലാവില്ലേ നിനക്ക് എന്ന് പറഞ്ഞ് മനോഹരൻ ചന്ദ്രികയുടെ കയ്യിൽ കയറി പിടിക്കുകയാണ്. അപ്പോഴേക്കും ചന്ദ്രികയുടെ അടി മനോഹരൻ്റെ മുഖത്തേക്ക് വീണ് കഴിഞ്ഞു. അത് കണ്ട് മേഘ ഇരുന്ന ഇരിപ്പിൽ നിന്നും എഴുന്നേറ്റ് പോയി. എടീ നോക്ക് എന്ന് പറഞ്ഞ് ചന്ദ്രികയുടെ കയ്യിൽ കയറി പിടിച്ച് കൈ പിടിച്ച് വേറൊരു പിടിച്ച് ഓടിക്കാൻ പോവുകയാണ്. അപ്പോഴേക്കും ചന്ദ്രികയുടെ അപ്പുറത്തെ കൈ കൊണ്ട് വീണ്ടും ഒന്നും കൂടി കിട്ടി. എന്താ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? രണ്ട് കവിൾത്തടവും മനോഹരൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഓ എന്ന് പറയാണ്. ചന്ദ്രിക അപ്പം തന്നെ ബാഗ് തുറന്നപ്പോൾ തന്നെ മേഘ, ഏയ്, എന്താണ് നീ ചെയ്യുന്നേ? ബാഗിൽ നിന്നും ഒരു സ്പ്രേ എടുത്ത് മനോഹരൻ്റെ മുഖത്ത് മൊത്തം അടിക്കുകയാണ്. എൻ്റെ കണ്ണ് നിറന്നേ എന്ന് പറഞ്ഞ് മനോഹരൻ നിലവിളിക്കുകയാണ്. ഏയ് ചന്ദ്രിക എന്ന് മേഘയും വിളിക്കുകയാണ്. മാവാ, അയ്യോ, എന്താ മാവ മോളെ, എൻ്റെ കണ്ണ് നിറന്നേ മോളെ, എൻ്റെ കണ്ണ് നിറന്നേ എന്ന് പറഞ്ഞ് അമ്മാവൻ നിലവിളിക്കുകയാണ്. അപ്പം തന്നെ മേഘ, ഏയ് സെക്യൂരിറ്റി. അപ്പം തന്നെ സെക്യൂരിറ്റി ഓടി വന്നു. ഇവിടെ എന്തായി ചെയ്തു വെക്കുന്നത്? എന്താ അമ്മവാ? സെക്യൂരിറ്റിയോട് മേഘ ചൂടാവാണ്. ഇവിടെ എന്തിനാ അകത്തേക്ക് വിട്ടത്? പിടിച്ച് പുറത്താക്കണോ? വരൂ മാം. ഓ വിഡ്രോ. പക്ഷേ അവർ സെക്യൂരിറ്റി വിട്ടില്ല.
വിട് എന്നൊക്കെ ചന്ദ്രിക പറയുകയാണെങ്കിൽ സെക്യൂരിറ്റി വിടാതെ എന്നെ പുറത്തേക്ക് പിടിച്ചു തള്ളി. ആദ്യം അമ്മാവൻ പോയി മുഖം കഴുകുക എന്ന് പറയാണ് മേഘ. അച്ഛനെ പോലെ തന്നെ ഇത്തവണ സെക്യൂരിറ്റി ചന്ദ്രികയെയും പുറത്തേക്ക് തള്ളി. പിന്നാലെ മേഘ ദേഷ്യത്തോടെ വരികയാണ്. ചന്ദ്രിക എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ പോയി മേഘ നിൽക്കുകയാണ്. മേഘ പറയാണ്, ഈ അപമാനം നിനക്ക് വേണമായിരുന്നോ? ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നിനക്ക് പുറത്തു പോവായിരുന്നില്ലേ? ചന്ദ്രികയോട് മേഘ പറയാണ്, ഗെറ്റ് ഔട്ട്. എന്നെ അപമാനിച്ചു എന്നാണോ നീ കരുതുന്നത്? ഒരിക്കലുമില്ല. ചന്ദ്രിക മേഘയോട്, നിന്നെ വളർത്തി പഠിപ്പിച്ച് ഇന്ന് ഈയൊരു നിലയിൽ നീ എത്തിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ അച്ഛൻ നിനക്ക് തന്ന ഭിക്ഷയാണ്. അത് കേട്ട് മേഘ വിഷമത്തോടെ ചന്ദ്രികയെ നോക്കാണ്. അത് ഇവിടെയുള്ളവർക്കൊന്നും അറിയില്ല എന്ന് നീ കരുതിയോ? അങ്ങനെയുള്ളയാളെ ഭീഷണിപ്പെടുത്തി നീ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ നിന്നെക്കുറിച്ച് നന്നായി മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും. ഇവരെല്ലാവരും നിന്നെ ബഹുമാനിക്കുന്നതായി പുറത്ത് അഭിനയിച്ചേക്കാം. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നെ ഇവർ തരം താഴ്ന്ന ഒരുത്തിയായിട്ടാണ് കണക്കാക്കുന്നത്. മേഘ ചന്ദ്രികയെയും ചന്ദ്രിക മേഘയെയും പരസ്പരം ദേഷ്യത്തോടെ നോക്കുകയാണ്. ചന്ദ്രിക മേഘയോട് പറയാണ്, എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നും നീ എല്ലാം അപഹരിച്ചു എന്ന് കരുതി നീയൊരു മഹാറാണിയൊന്നും ആവില്ല. അതുപോലെ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നും എല്ലാം നഷ്ടപ്പെട്ടതുകൊണ്ട് അദ്ദേഹം താഴ്ന്നു പോയി എന്ന് നീ വിചാരിക്കുകയും വേണ്ട. ഈ ഓഫീസിലുള്ളവർ മാത്രമല്ല പുറത്തുള്ളവരും നിന്നെ ഒരു ദ്രോഹിയായി കണക്കാക്കൂ. മേഘ ദേഷ്യത്തോടെ ചന്ദ്രിക തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക പറയാണ്, നീ ഞങ്ങളെ തോൽപ്പിച്ചു എന്നല്ലേ നീ കരുതുന്നത്? പക്ഷേ അതല്ല, തോറ്റത് നീയാ. മേഘയ്ക്ക് ദേഷ്യം വരികയാണ്. മേഘ മറ്റുള്ളവരോട് സെക്യൂരിറ്റിയോടൊക്കെ ആയി പറയാണ്, ഏയ് എന്താ ഇത്, ഇവിടെ സംസാരിക്കാനായിട്ട് നിർത്തിയിട്ട് നിങ്ങളെല്ലാം കാഴ്ച കണ്ടിരിക്കുകയാണോ? ഇവിടെ പിടിച്ച് പുറത്താക്ക്. അപ്പോഴേക്കും സെക്യൂരിറ്റി, മാഡം എന്ന് വിളിക്കുകയാണ് 2 സെക്യൂരിറ്റി. അപ്പോൾ ചന്ദ്രിക പറയാണ്, ഏയ് വിരൽ ചൂണ്ടിയിട്ട് എന്നിട്ട് മേഘയോട് പറയാണ്, നിന്നെ ഇപ്പം തന്നെ പിടിച്ചിറക്കിക്കൊണ്ട് പോയി എൻ്റെ അച്ഛൻ്റെ കാൽക്കൽ വീണ് മാപ്പ് ചോദിപ്പിക്കൽ എനിക്കൊരു വലിയ കാര്യമൊന്നുമല്ല. ഏതൊക്കെ ആൾക്കാരുടെ മുന്നിൽ വെച്ചാണോ എൻ്റെ അച്ഛനെ നീ നാണം കെടുത്തിയത്, അതേ ആൾക്കാരുടെ മുന്നിൽ വെച്ച് തന്നെ നീ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണ് മാപ്പ് ചോദിക്കുന്ന ഒരു ദിവസം ഞാൻ ഉണ്ടാക്കിയെടുക്കും. ആ സമയം ഉണ്ടാകുമെന്ന് നോക്കാം. ഇപ്പം നീ സ്ഥലം കാലിയാക്കാൻ നോക്ക്. ഇതുവരെ നീ കണ്ട ചന്ദ്രിക വേറെയാ. ഇനി മുതൽ നീ കാണാൻ പോകുന്ന ചന്ദ്രികയും വേറെയാ. വെറുതെ ഇരുന്ന എന്നെ നീ ഇളക്കി വിട്ടില്ലേ, ഇനിയാണ് നിന്നെ ഞാൻ ആരാണ് എന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോഴേക്കും ചന്ദ്രികയുടെ കൈ മേഘയുടെ മുഖത്ത് വീണ് കഴിഞ്ഞു. മേഘയുടെ മുഖത്തടിച്ച് മേഘ വിഷമത്തോടെ നോക്കുകയാണ്. അപ്പോൾ മേഘയോട് പറയാണ്, ഇത് വെറും ആരംഭത്തിൻ്റെ തുടക്കമാണ്. ഇനി ഞാൻ നിനക്ക് തരാൻ പോകുന്ന ഓരോ അടിയും മരണാടിയായിരിക്കും. നിനക്കത് താങ്ങാനാവില്ല. അത്രയും പറഞ്ഞ് അത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് തന്നെ ചന്ദ്രിക അഭിമാനത്തോടെ പോവുകയാണ്. മേഘയാണെങ്കിലോ മുഖവും തടവി അവിടെ വിഷമത്തോടെ നിൽക്കുകയാണ്. സെക്യൂരിറ്റിയൊക്കെ പുറത്തേക്ക് പോയി. മേഘ കരഞ്ഞുകൊണ്ട് അവളുടെ ക്യാബിനിൽ വന്നിരുന്നിട്ട് ഒന്നുകൂടി വിഷമത്തോടെ കരയാണ്. മേഘ കരഞ്ഞുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുകയാണ്. അപ്പം മനോഹരൻ വന്നിട്ട് പറയാണ്, മേഘ മോളെ കരയാതിരിക്കുക, അവൾ നിന്നെ അടിച്ചതല്ല, അവളുടെ മരണത്തിനുള്ള മണിയടിച്ചതാ. മേഘ, ഇനിയാണ് അവൾ നിന്റെ കയ്യിൽപ്പെട്ട് പെടാപ്പാട് പെടാൻ പോകുന്നത്. മേഘ, അവളെ തകർത്ത് തരിപ്പണമാക്കാതെ വിടരുത്. മോളെ, നിന്റെ ഓഫീസിൽ കയറി വന്ന് നിന്റെ സ്റ്റാഫിൻ്റെ മുമ്പിൽ വെച്ച് നിന്റെ മേൽ കൈവച്ചിട്ട് പോയി. അതിനുള്ള തിരിച്ചടി നീ കൊടുത്തേ മതിയാവൂ. ചന്ദ്രിക, എനിക്ക് സമയം കുറിച്ചിട്ട് പോയിരിക്കുക. മേഘ മനോഹരനോട് പറയാണ്, എന്നെ തകർക്കും എന്ന് വെല്ലുവിളിച്ചിട്ട് പോയിരിക്കുക. അവളെ ഒറ്റയടിക്ക് നമ്മൾ കൊല്ലാൻ പാടില്ലമ്മാവ. എന്തിനാണ് എന്നെ തല്ലിയത് എന്നോർത്ത് ഓരോ നിമിഷവും അവൾ ഉരുകി മരിക്കണം. നമുക്കവളെ ഉടനെ എന്തെങ്കിലും ചെയ്യണം അമ്മാവ. അവൾ ഏത് ബിസിനസ് തുടങ്ങിയാലും നമ്മളത് ഒന്നുമല്ലാതാക്കി മാറ്റണം. അവളുടെ ആത്മവിശ്വാസം ഇല്ലാതെയാക്കണം. നമ്മൾ ചെയ്യുന്ന ടോർച്ചർ സഹിക്കാൻ പറ്റാതെ എവിടെ നിന്നാണോ അവൾ ഇവിടേക്ക് വന്നത് അതേ നാട്ടിലേക്ക് തന്നെ ഉടുതുണിയില്ലാതെ അച്ഛനമ്മമാരെയും കൊണ്ട് അവൾ ഓടിപ്പോകണം. എൻ്റെ കണ്ണുകൊണ്ട് കാണാം അമ്മാവ. നീ പറഞ്ഞില്ലേ ഈ അമ്മാവൻ അത് ചെയ്തു കാണിക്കാം. നീ വിഷമിക്കണ്ട മോളെ, അവൾ നിന്റെ മേൽ കൈവച്ചതിന് നമ്മൾ തീ കൊണ്ടായിരിക്കും മറുപടി കൊടുക്കുക. എന്നെ കാണിക്കുന്നത് ചന്ദ്രികയുടെ വീട്ടിൽ നിന്ന് ചന്ദ്രിക തുണിയൊക്കെ അലക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മലർ വന്നിട്ട് പറയാണ്, അമ്മേ എന്താടാ, എനിക്ക് കുറച്ച് നൂഡിൽസ് ഉണ്ടാക്കി തരുമോ അമ്മേ? അമ്മ ഈ തുണിയൊക്കെ കഴുകിയിട്ടിട്ട് മോക്കുണ്ടാക്കി തരാം കേട്ടോ. ഇപ്പോൾ മോള് പോയിരുന്ന് പഠിക്ക്. ശരി അമ്മേ. സന്തോഷത്തോടെ അവിടെ നിന്നും പോയി.
പിന്നെ കാണിക്കുന്നത് സിദ്ധു മൂടി പൊതിച്ച് കിടന്നിട്ടാണുള്ളത്, എന്തോ അസുഖത്തിൻ്റെ ലക്ഷണത്തിൽ. അപ്പോൾ അവിടെ വന്നിട്ട് പ്രിയ പറയാണ്, സിദ്ധു അങ്കിൾ എന്താടാ, ആ വോള് ഞാൻ എടുത്തോട്ടെ? എടുത്തോടാ. അപ്പോഴാണ് പ്രിയ കാണുന്നത് സിദ്ധു ചുമക്കുകയും അല്ലാതെ വിഷമത്തോടെയുമാണ് കിടക്കുന്നതെന്ന്. പ്രിയ എന്നിട്ട് ചോദിക്കുകയാണ്, ഓഫീസിൽ പോയില്ലേ അങ്കിൾ? ഇല്ല മോളെ, ചെറിയൊരു പനി. സാരില്ല, നീ പോയി കളിച്ചോ. പിന്നെ ചന്ദ്രിക അലക്കിക്കൊണ്ടുവന്ന തുണിയൊക്കെ അയലിൽ വിരിച്ചിടുകയാണ്. പ്രിയയാണെങ്കിൽ അവിടെ നിന്ന് ബോൾ കളിച്ചുകൊണ്ടിരിക്കുക. പ്രിയ ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നേരെ ബോൾ പോയിട്ട് ചന്ദ്രികയുടെ അടുത്താണ് പോയി വീണത്. എന്നിട്ട് ചന്ദ്രികയുടെ അടുത്ത് ബോൾ എടുക്കാൻ വേണ്ടി പ്രിയ പോവാണ്. അപ്പോൾ ബോൾ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ചന്ദ്രിക ചോദിക്കുകയാണ്, സിദ്ധു സാറ് ഓഫീസിലേക്ക് പോയോ പ്രിയ? ഇല്ല ആൻറ്റി. സിദ്ധു അങ്കിളിന് ഫീവറാ? സിദ്ധു സാറിന് ഫീവറോ? ആ അതെ ആൻറ്റി, അങ്കിള് സുഖമില്ലാതെ കിടക്കുക. അതും പറഞ്ഞ് പ്രിയ അവിടെ നിന്നും ഓടിപ്പോയി. അപ്പോൾ ചന്ദ്രിക മനസ്സിൽ ചിന്തിക്കുകയാണ്, സിദ്ധു സാറിന് എന്ത് പറ്റിയെന്ന് അറിയില്ലല്ലോ. എന്തായാലും ഒന്ന് ഫോൺ ചെയ്ത് നോക്കാം. പിന്നെ ചന്ദ്രിക സിദ്ധുവിന് ഫോൺ ചെയ്യാണ്. സിദ്ധു ഫോൺ അറ്റൻഡ് ചെയ്തതിന് ശേഷം ചുമക്കുകയൊക്കെ ചെയ്യാണ്. അപ്പോൾ എന്താ ചന്ദ്രിക പറയൂ. എന്താ സാറിന് സുഖമില്ലെന്ന് പ്രിയ പറഞ്ഞു. സിദ്ധു ചുമച്ചുകൊണ്ട് പറയാണ്, അതെ ചന്ദ്രികയെ, ചെറിയൊരു പനി, പക്ഷേ പേടിക്കാനൊന്നുമില്ല. അതും പറഞ്ഞുകൊണ്ട് തന്നെ സിദ്ധു ചുമച്ചുകൊണ്ടേയിരിക്കുകയാണ്. അയ്യോ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നു, പക്ഷേ നല്ല ചുമയുണ്ടല്ലോ സാർ. അത് ഒന്നുമില്ല ചന്ദ്രിക, ഞാൻ ഇന്നലെ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് അതിൽ ഒരുപാട് ഐസ് ഇട്ടിട്ടാണ് കുടിച്ചത്. അതാ ഇൻഫെക്ഷൻ വന്ന് തൊണ്ടയൊക്കെ നല്ല വേദനയുണ്ട്, അതുകൊണ്ടാണ് പനി വന്നത്. ഇങ്ങനെ ചുമച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെയാ സാർ? പോയി ഡോക്ടറെ ഒന്ന് കാണ്, അദ്ദേഹം തരുന്ന മരുന്ന് കഴിച്ചാൽ എന്തെങ്കിലും ഒരു ആശ്വാസം ഉണ്ടാവും. ഏയ് വേണ്ട, ഓൾറെഡി ഡോക്ടർ തന്ന ടാബ്ലറ്റ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട്, ഞാനത് കഴിച്ചോളാം ചന്ദ്രികെ. എന്നാൽ കുറച്ചു നേരം കിടന്ന് റെസ്റ്റ് ചെയ്യൂ സാർ, ഞാൻ ചൂടോടെ കഞ്ഞി ഉണ്ടാക്കി കൊണ്ടുവരാം. അത് കഴിച്ചിട്ട് മരുന്ന് കഴിച്ചാൽ എല്ലാം വേഗം തന്നെ ശരിയാവും സാർ. ശരി ചന്ദ്രികെ. ശരി സാർ, ഞാനിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടുവരാം. പെട്ടെന്ന് തന്നെ ചന്ദ്രിക വീട്ടിൽ അകത്ത് കയറിയിട്ട് കഞ്ഞി ഉണ്ടാക്കാൻ പോകുന്ന തിരക്കിലാണ്. അപ്പോൾ മലർ വന്നിട്ട് ചോദിക്കുകയാണ്, അമ്മേ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? ഞാൻ കുറച്ച് കഞ്ഞി ഉണ്ടാക്കാടാ. ഞാൻ അമ്മയോട് ന്യൂഡിൽസ് ഉണ്ടാക്കാനല്ലേ പറഞ്ഞേ? ന്യൂഡിൽസ് ഒന്നും എപ്പോഴും അങ്ങനെ കഴിക്കാൻ പാടില്ലടാ, അത് മൈദമാവിൽ ഉണ്ടാക്കുന്നതാ, ആരോഗ്യത്തിനത് നല്ലതല്ല. അമ്മ കഞ്ഞി ഉണ്ടാക്കിത്തരാം, മോൾ അത് കുടിക്ക് കേട്ടോ. എനിക്കതൊന്നും വേണ്ട കഞ്ഞിയൊന്നും, എനിക്ക് ന്യൂഡിൽസാ വേണ്ടത്. നോക്ക് മലർ, സിദ്ധു സാറിന് നല്ല പനിയാ, അദ്ദേഹത്തിന് അമ്മ കഞ്ഞി ഉണ്ടാക്കാൻ പോവാ, നീയും അത് തന്നെ കുടിക്കും മോളെ. കണ്ടതൊക്കെ കഴിച്ച് ശരീരം കേടാക്കല്ലേ. അതൊക്കെ കേട്ട് മലർ വിഷമത്തോടെ നോക്കുകയാണ്. എനിക്ക് ഞാൻ പറഞ്ഞ നൂഡിൽസ് തന്നെ വേണം, കഞ്ഞി എനിക്ക് വേണ്ട. നൂഡിൽസ് ഉണ്ടാക്കാൻ ഇപ്പം സമയമില്ല മോളെ, അമ്മ പറയുന്നത് കേൾക്കടാ. മോൾ അവിടെ പോയിരിക്കെ, അമ്മ കഞ്ഞി ഉണ്ടാക്കിയിട്ട് ഇപ്പം വരാം, ചെല്ല്. ചന്ദ്രിക പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടി വെള്ളം വെക്കുകയാണ്. മലരാണെങ്കിലോ ഒരിടത്ത് പോയിരുന്ന് ദേഷ്യത്തോടെ ചന്ദ്രിക ചെയ്യുന്നതൊക്കെ നോക്കുക. ചന്ദ്രിക പെട്ടെന്ന് തന്നെ കഞ്ഞി ഉണ്ടാക്കി പപ്പടവും പൊരിച്ച് അതിൻ്റെ കൂടെ ഒരു പ്ലേറ്റിൽ ഒഴിച്ചിട്ട് ചന്ദ്രികയെ തന്നെ നോക്കി നിൽക്കുന്ന മലറിന് കൊണ്ടുപോയി കൊടുക്കുകയാണ്. മലർ, ഇതാടാ കഞ്ഞി കഴിക്കടാ. എനിക്ക് വേണ്ട കഞ്ഞി, ഇതാടാ ഇത് കഴിക്കടാ. അമ്മ വരുന്നതിനുള്ളിൽ മോൾ ഇത് മുഴുവൻ കഴിക്കണം കേട്ടോ. അമ്മ സിദ്ധു സാറിന് കഞ്ഞി കൊടുത്തിട്ട് വരാവേ, ഇതാ മുഴുവൻ കുടിക്കണം കേട്ടോ. അതേപോലെ തന്നെ ഒരു പ്ലേറ്റിൽ സിദ്ധു സാറിനും കഞ്ഞി ഒഴിക്കുകയാണ് ചന്ദ്രിക. ചന്ദ്രിക കഞ്ഞിയുമായി സിദ്ധുവിന് കൊടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ മുറ്റത്ത് നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയ. വീട്ടിൽ ആരൊക്കെയുണ്ട് മോളെ? ആരുമില്ല ആൻറ്റി, സിദ്ധു സാറ് മാത്രമേ ഉള്ളൂ. അമ്മയും മാലതി മുത്തശ്ശിയും ജാനകി മുത്തശ്ശിയും ഒക്കെ അമ്പലത്തിൽ പോയിരിക്കുക. ചന്ദ്രിക മനസ്സിൽ ചിന്തിക്കുകയാണ്, എന്തായാലും നന്നായി, ആരും വീട്ടിലില്ല. അവർ വരുന്നതിന് മുമ്പേ കഞ്ഞി കൊടുത്തിട്ട് പോയേക്കാം. ശരി മോള് കളിക്ക്, ഞാനിപ്പോൾ വരാം. ചന്ദ്രിക അകത്തെത്തിയിട്ട് വിളിക്കുകയാണ്, സിദ്ധു സാർ വാ ചന്ദ്രിക. ഇത് തീരെ വയ്യാതെ പുഴച്ച് മൂടി കിടക്കുകയാണ്, അതിൻ്റെ കൂടെ നല്ല ചുമയും ഉണ്ട്. ചന്ദ്രിക ചോദിക്കുകയാണ്, എന്താ സാർ? നല്ല ചുമയുണ്ടല്ലോ. ഒന്നുമില്ല, തൊണ്ടയൊക്കെ ഭയങ്കര വേദന, നല്ല ഇൻഫെക്ഷൻ ഉണ്ട് ചന്ദ്രിക. എണീറ്റിരിക്കണം സാർ, കഞ്ഞി കുടിച്ചിട്ട് മരുന്ന് കഴിക്കാം. എന്താ സാർ? ചന്ദ്രിക കഞ്ഞി കൊടുക്കുകയാണ്. എന്താ സാർ ഇങ്ങനെ വിറക്കുന്നത്? ഫീവർ കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു. അയ്യോ സാർ, ടീഷർട്ടിലൊക്കെ ആയല്ലോ. അറിയില്ല, അതേ കഞ്ഞി ഞാനെടുത്ത് തരാം. എന്നിട്ട് സിദ്ധുവിന് ചന്ദ്രിക തന്നെ കഞ്ഞി കോരി കൊടുക്കുകയാണ്. ചന്ദ്രിക കഞ്ഞി കോരി കൊടുക്കുന്നതിനിടയിൽ പറയാണ്, കഴിക്കണം സാർ. ചന്ദ്രികയെ, എൻ്റെ കൈയും കാലും ഒക്കെ വല്ലാതെ കുഴഞ്ഞതുപോലത്തെ വേദന. സാറിന് നല്ല പനിയുണ്ട്, അതാ കൈയും കാലും ഒക്കെ വിറക്കുന്നത്. വേഗം ഈ കഞ്ഞി കഴിച്ചിട്ട് മരുന്ന് കഴിക്കണം സാർ. ചന്ദ്രിക കഞ്ഞി കോരി കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ സിദ്ധു പറയാണ്, നീ എൻ്റെ അടുത്തുണ്ടെങ്കിൽ എൻ്റെ അസുഖമൊക്കെ വേഗം തന്നെ ഭേദമാകും. ചന്ദ്രിക ചിരിച്ചുകൊണ്ട് പറയാണ്, ഞാൻ സാറിൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ.
അതും പറഞ്ഞ് ചന്ദ്രിക ഓരോ സ്പൂൺ കഞ്ഞി കോരി കൊടുക്കുകയാണ്. അതും നോക്കി സിദ്ധു ചന്ദ്രികയെ തന്നെ നോക്കിക്കൊണ്ട് കഞ്ഞി കുടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തതായി കാണിക്കുന്നത് ജാനകി പറയാണ്, ആളില്ലാത്ത സമയം നോക്കി വീട്ടിനുള്ളിൽ കയറി നിന്നോട് സ്നേഹം കാണിക്കുക, നിന്നെ വിവാഹം കഴിക്കാം എന്ന് വിചാരിക്കുക. ചന്ദ്രിക, അമ്മായി കുറച്ച് മര്യാദയോടെ സംസാരിക്കണം, എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. അപ്പം ജാനകി, എന്താടി എൻ്റെ വീട്ടിനകത്ത് കയറി വന്ന് എന്നെ തന്നെ ഭരിക്കണോ നീ? ഇങ്ങോട്ട് താ എന്ന് പറഞ്ഞ് കഞ്ഞി പിടിച്ച് വാങ്ങി ആ കഞ്ഞി ചന്ദ്രയുടെ മുഖത്തേക്ക് തന്നെ എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. അത് കണ്ട് സിദ്ധു വിഷമത്തോടെ വിളിക്കാണ്, ആ ചന്ദ്രികയെ. സിദ്ധു എണീറ്റ് പറയാണ്, അമ്മേ. അപ്പോഴേക്കും അവിടെ മേഘയും എത്തി. മേഘയെ കണ്ട ചന്ദ്രിക വല്ലാതായി. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. കൂടെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അതും അറിയിക്കുക. ഒരു കമൻ്റ് ഉണ്ടായിരുന്നു എൻ്റെ സംസാരത്തിൻ്റെ വേഗതയെ പറ്റിയിട്ട്. എനിക്ക് പൊതുവേ അങ്ങനെ സംസാരിച്ചിട്ട് ശീലമായിപ്പോയി, അതുകൊണ്ട് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. അധികം ആൾക്കാരും പറയും നിൻ്റെ സംസാര സ്പീഡ് കുറച്ച് കുറക്കണം, കുറച്ച് വേഗത കൂടുതലാണെന്ന്. അതേ ലെവലിൽ പറഞ്ഞ് ശീലമായിപ്പോയി, അതുകൊണ്ടാണ്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സി യു ഓൾ.